വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. വാർത്താരംഭം. ഖത്തറിൽ ജയിലിലായിരുന്ന ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ചു. 8 നാവികരിൽ 7 പേർ ഇന്ത്യയിൽ തിരിച്ചെത്തി. ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെയാണ് മോചിപ്പിച്ചത്. അശ്വിനിയുണ്ട് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അശ്വിനിയിലേക്ക് വരുന്നതിന് മുൻപ് നാവികർ ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക്. We have waited almost 18 months to be back in India. We are extremely grateful to the Honorable Prime Minister, Sri Narendra Modi ji. It certainly wouldn't have been possible without his personal intervention and that equation with the Emir of Qatar. I think we are grateful to the Government of India, the bottom of our heart, for every effort that has been made, and this day wouldn't have been possible without it. Grateful indeed. Thank you so much. ये कहना चाहेंगे कि ये वाले दिन का हम बहुत दिनों से वेट कर रहे थे और प्राइम मिनिस्टर मोदी और उनका पर्सनल इंटरवेंशन, उनका इंटरेक्शन, और एक और मौका लेना चाहता हूं कि थैंक करूंगा एमीर को कतर के, जिनके उनके इंटरेक्शन के कारण आज हम यहाँ खड़े हैं, जिस दिन का हमें बहुत बेसब्री से इंतजार था. രാജ്യത്ത് തിരിച്ചെത്താനായതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു അവർ. അശ്വിനിയുണ്ട് വിവരങ്ങളുമായി. അശ്വിനി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് രാജ്യത്ത് തിരിച്ചെത്തിയിരിക്കുന്നത് സുരക്ഷിതരായി. ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി വേണമോ ഇതിനെ കാണാൻ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഈ 8 നാവികരെ, ഇന്ത്യൻ വംശജരായ നാവികരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഖത്തറിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന കുറ്റത്തിനാണ്, ചാരവൃത്തി നടത്തിയെന്ന കുറ്റത്തിനാണ് ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതേ തുടർന്ന് ഏറെ നാൾ നടത്തിയ ചർച്ചകൾ, അതായത് ഇന്ത്യയും ഖത്തറും തമ്മിൽ നടത്തിയ നയതന്ത്ര ചർച്ചകൾക്കൊടുവിലാണ് ഡിസംബറോടുകൂടി ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയത്. ഏകദേശം 18 മാസത്തോളം ഇവർ ജയിലിൽ കിടന്നു. ഇതിനുശേഷം ഇന്നലെയാണ് ഇവരെ മോചിപ്പിച്ചത്. ഇതിൽ 7 പേരാണ് വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കടന്നതിൽ 7 പേരെയാണ് ഇന്നലെ മോചിപ്പിച്ചത്. 7 പേരാണ് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടി ഇന്ത്യയുടെ ഫ്ലൈറ്റിലായിരുന്നു ഇവർ എത്തിയത്, ഡൽഹിയിലെത്തിയത്. ഇവർ ഖത്തറിലെ സ്വകാര്യ കമ്പനിയിലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത്. ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവർ പ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് ഖത്തറിന്റെ രഹസ്യ വിവരങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്ന കുറ്റത്തിനായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതിനെ തുടർന്നിട്ടാണ് ഇവർ ജയിലിൽ കിടന്നിരുന്നത്. രേണുക, അശ്വിനിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാവികരാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. നയതന്ത്ര വിജയമായാണ് ഇതിനെ കാണുന്നത്. ബീഹാറിലെ NDA സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. MLA-മാരെ മറുകണ്ഠം ചാടിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പ്രത്യാരോപണങ്ങൾക്കിടെയാണ് വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നത്. 243 അംഗ ബീഹാർ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് 122 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് 128 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. സ്പീക്കർ അവധി ബിഹാരി ചൌധരിക്കെതിരായ അവിശ്വാസ പ്രമേയവും വോട്ടിനിടും. ER രാഗേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാഗേഷ്, അത്ഭുതങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട, കേവല ഭൂരിപക്ഷത്തിൽ കവിഞ്ഞ പിന്തുണ NDA ക്യാമ്പിന് ഉണ്ട്. എപ്പോഴാണ് വിശ്വാസ വോട്ടെടുപ്പ് തേടുക? മറ്റ് പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? ഇതൊക്കെയാണ് വിശദാംശങ്ങൾ. രേണുക, നിതീഷ് കുമാർ ഇന്ന് വിശ്വാസ വോട്ട് തേടുകയാണ്. കാരണം കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് മഹാസഖ്യം വിട്ടുകൊണ്ട് വീണ്ടും BJP-യുമായി നിതീഷ് കുമാർ കൈകോർത്ത്. ഏതായാലും 15-ാം ദിവസമായി ഇന്ന് നിതീഷ് കുമാർ വിശ്വാസ വോട്ട് തേടുകയാണ്. പക്ഷേ MLA-മാരെ അടർത്തി മാറ്റാൻ 2 ഭാഗത്തും ശ്രമം നടക്കുന്നതിടെയാണ് വിശ്വാസ വോട്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും നിലവിൽ കണക്കുകൾ പ്രകാരം നിതീഷ് കുമാർ സുരക്ഷിതനാണ്. കാരണം 243 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 അംഗങ്ങളുടെ പിന്തുണയാണ്. എന്നാൽ NDA സഖ്യത്തിന് HAM, ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഉൾപ്പെടെ വരുമ്പോൾ 128 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ അല്ലെങ്കിൽ വാർത്തകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല. കാരണം ചില JDU MLA-മാരെയും BJP MLA-മാരെയും കാണാനില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഒപ്പം RJD നേരത്തെ തന്നെ ചില സൂചനകൾ തരികയും ചെയ്തിരുന്നു. ഏതായാലും RJD ജിതൻ റാം
മാഞ്ചിയുടെ HIM-നും ചില ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഒരു രാജ്യസഭാ സീറ്റ്, ലോക്സഭാ സീറ്റ്, ഒപ്പം തന്നെ മന്ത്രിസഭയിൽ 2 സ്ഥാനം എന്നിങ്ങനെ ജിതൻ റാം മാഞ്ചിക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. നിലവിൽ NDAക്കൊപ്പമാണ് എന്ന് ജിതൻ റാം മാഞ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇവർ സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. കാരണം RJD നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് 115 MLA-മാരുടെ പിന്തുണയുണ്ട്. RJD ആണ് നിലവിൽ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. 79 അംഗങ്ങളുടെ പിന്തുണ RJDക്കുണ്ട്. കോൺഗ്രസിന് 19, ഇടതു പാർട്ടികൾക്ക് 16 MLA-മാർ. ഒപ്പം അങ്ങനെ 114 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഒപ്പം AIMIM-ന്റെ ഒരു അംഗത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി RJD സഖ്യത്തിനുണ്ട്. അപ്പോൾ അവർക്കും 7 അംഗങ്ങളുടെ കുറവ് മാത്രമാണ് നിലവിൽ അവിടെയുള്ളത്. അപ്പോൾ ഈ JDU MLA-മാരെയും ചില BJP MLA-മാരെയും കാണാനില്ല എന്ന വാർത്ത ഈ വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് വരുമ്പോൾ അത് ആശങ്കപ്പെടാനുണ്ടായതായാലും സർക്കാരിന്. പക്ഷേ വലിയ പ്രതീക്ഷ അവർ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. അപ്പോൾ 11 മണിക്ക് സഭ ചേരുമ്പോൾ ആദ്യം നയപ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം സ്പീക്കറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം കൂടി, സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൂടി കൊണ്ടുവരും. കാരണം RJD-യിൽ നിന്നുള്ള അവധ് ബിഹാരി ചൗധരിയാണ് സ്പീക്കർ. അപ്പോൾ സ്പീക്കർ മാറണമെന്ന ആവശ്യം നേരത്തെ തന്നെ സർക്കാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു, ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ സ്പീക്കർ അതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ സ്പീക്കറെ മാറ്റണമെന്ന സ്പീക്കറിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയമായിരിക്കും ആദ്യം അവതരിപ്പിക്കുക. അതിനുശേഷമായിരിക്കും വിശ്വാസ വോട്ടെടുപ്പ് നടക്കുക. രേണുക. തീർച്ചയായും രാകേഷ് തുടരുക. ഈ ഭാരത് ജോഡോ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപാണ് NDAയിലേക്ക് പോകുന്ന വിവരം നിതീഷ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് തേടുന്ന ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര വെട്ടിച്ചുരുക്കിയേക്കുമെന്ന വാർത്തയാണ് വരുന്നത്. ഉത്തർപ്രദേശിലെ പര്യടനം വെട്ടിച്ചുരുക്കി നിശ്ചയിച്ചതിലും നേരത്തെ യാത്ര അവസാനിപ്പിക്കുന്ന കാര്യമാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. രാകേഷ്, ഈ യാത്ര ഒരു തെറ്റായ സമയത്ത് നടത്തുന്ന യാത്രയാണെന്ന് ഇത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് പ്രതിപക്ഷം നിരയെ നയിക്കേണ്ടുന്ന രാഹുൽ ഈ ഒരു യാത്രയ്ക്ക് തെരഞ്ഞെടുത്തതിനെതിരെ ശക്തമായ വിമർശനമുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണമോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ ആലോചനകളാണ് നടക്കുന്നത്? ഔദ്യോഗികമായി അവർ പറയുന്ന ഇതിനുള്ള കാരണം എന്താണ്? രേണുക, ജനുവരി 14 മണിപ്പൂരിൽ നിന്നാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത്. അത് മാർച്ച് 20-ാം തീയതി മുംബൈയിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം, വാർത്തകൾ പ്രകാരം ഒരാഴ്ച മുമ്പെങ്കിലും ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം ഉത്തർപ്രദേശിൽ 11 ദിവസമാണ് ഈ യാത്ര നടത്തുമെന്ന് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അവിടെ ചില മേഖലകളെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. അത്തരമൊരു ആലോചനകളിലേക്കാണ് ഈ ഘട്ടത്തിൽ ഏതായാലും കടക്കുന്നത്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ UP-യിലെ ചില മേഖലകൾ, ചില ജില്ലകൾ തന്നെ ഒഴിവാക്കിക്കൊണ്ട് മധ്യപ്രദേശിലേക്ക് പ്രവേശിക്കാനുള്ള ആലോചനകളാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ RLD-യുടെ സ്വാധീന മേഖലയാണ് ഈ പടിഞ്ഞാറൻ UP എന്ന് പറയുന്നത്. അപ്പോൾ അവർ NDAയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ വരാനിരിക്കുകയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് RLD NDAയുമായി ചർച്ചകൾ നടക്കുന്നതുമായി ഈ യാത്രയുടെ സമയം വെട്ടിച്ചുറുക്കുന്ന ബന്ധമില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ കോൺഗ്രസിൽ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഷെഡ്യൂൾ പലരും ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കേണ്ട ഘട്ടത്തിൽ, ഒപ്പം മുന്നണിയുമായുള്ള ചർച്ചകളൊക്കെ നടക്കേണ്ട ഘട്ടത്തിൽ ഈ യാത്ര നടത്തുന്നത്, യാത്രക്കായി മുഴുവൻ ഊർജ്ജവും ചെലവഴിക്കുന്നത് ഗുണകരമാകില്ല എന്ന വിമർശനം ഉണ്ടായിരുന്നു. അത് പിന്നീട് കോൺഗ്രസിലടക്കം ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കേണ്ട സമയമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യാത്ര നടത്തുന്നത് ശരിയാണോ എന്ന ചർച്ചകൾ പോലും കോൺഗ്രസിനകത്തും ഉയരുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ യാത്ര തുടങ്ങിയ ശേഷമാണ് ബീഹാറിൽ രാഷ്ട്രീയ മാറ്റം, ഭരണമാറ്റം സംഭവിച്ചത്. ഒപ്പം മമതാ ബാനർജി കോൺഗ്രസിനെ എതിർത്തുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി യാത്രയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ഫെബ്രുവരി അവസാനമോ അല്ലെങ്കിൽ മാർച്ച് മാസം ആദ്യമോ വരും. അപ്പോഴും ഈ യാത്ര അവസാനിക്കുന്നില്ല, മാർച്ച് 20 മാത്രമാണ് അവസാനിക്കുന്നത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാവുക
എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതായാലും നിശ്ചയിച്ചതിലും ഒരാഴ്ചയ്ക്ക് നേരത്തെ ഈ യാത്ര നിർത്താനുള്ള അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭാരത് ജോഡോ യാത്ര പ്രതീക്ഷിച്ചതിലും നേരത്തെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു വാർത്ത, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കുടുംബവും ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നു എന്നതാണ്. ഭാര്യയും മാതാപിതാക്കളുമാണ് കെജ്രിവാളിനൊപ്പം ഉണ്ടാവുക. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും അദ്ദേഹത്തോടൊപ്പം അയോധ്യയിലെത്തും. ജനുവരി 22-ന് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കെജ്രിവാളിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചിരുന്നില്ല. കുടുംബത്തോടൊപ്പം പിന്നീട് ക്ഷേത്രം സന്ദർശിക്കുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ നടക്കവെ ബിലാവൽ ഭൂട്ടോയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നവാസ് ഷെരീഫിന്റെ PMLN-നുമായി നടത്തിയ ചർച്ചയിലാണ് ആവശ്യമുന്നയിച്ചത്. അതേസമയം സർക്കാരിന്റെ ഭാഗമാകില്ലെന്ന് ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI വ്യക്തമാക്കി. ജനഹിതത്തെ കൊള്ളയടിച്ചാണ് സർക്കാർ ഉണ്ടാക്കുന്നതെന്ന് പാർട്ടി ആരോപിച്ചു. നമ്മൾ പ്രധാനപ്പെട്ട കേരള വാർത്തകളിലേക്ക് വന്നാൽ, വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നെ പിടികൂടാനുള്ള ദൌത്യം 2ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ആന നിൽക്കുന്ന പ്രദേശം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണുണ്ടി മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. സാഹചര്യം അനുകൂലമായാൽ മയക്കുവെടി വെക്കാനാണ് ഇന്നത്തെ നീക്കം. MS അനീഷ് കുമാർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ബേലൂർ മഗ്ന ഓപ്പറേഷൻ 2ാം ദിനം ആരംഭിച്ചോ? ആനയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഈ ഓപ്പറേഷന് അനുയോജ്യമായ ഇടത്താണോ ഇപ്പോൾ ആനയുള്ളത്? എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, മണ്ണുണ്ടി മേഖലയിൽ ആനയുടെ സാന്നിധ്യം രാവിലെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റേഡിയോ കോളിൽ നിന്നുള്ള സിഗ്നലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ തിരച്ചിൽ ആരംഭിച്ചത്. ഇതിനുശേഷമാണ് ഇന്നലെ ആനയെ കണ്ടെത്തിയ വലിയപുഴ ഭാഗത്തു നിന്നും കുറച്ചുകൂടി മാറിയാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നു. 2 RRT സംഘമാണ് രാവിലെ തന്നെ കാട്ടിലേക്ക് പോയിരിക്കുന്നത്. കൂടുതൽ സംഘങ്ങൾ എത്തും എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. ഇന്നലെ 5 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ച് RRT സംഘം മടങ്ങിയപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മണിക്കൂറുകളോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളെയും തടഞ്ഞു വെച്ചായിരുന്നു അവർ തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിച്ചത്. അതിനുശേഷം രാത്രിയിൽ മുഴുവൻ പട്രോളിംഗ് നടത്താമെന്ന ഒരു അനുമതി വാങ്ങിയ ശേഷമാണ് നാട്ടുകാർ ഇവരെ വിട്ടയച്ചത്. എന്തായാലും രാത്രിയിൽ ഉടനീളം പോലീസിന്റെയും ഫോറസ്റ്റ് വകുപ്പിന്റെയും പട്രോളിംഗ് സംവിധാനം ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ആനയ്ക്കപ്പുറം മറ്റ് ചില ആനകളുടെ സാന്നിധ്യവും കാട്ടിൽ ഇന്നലെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നലെ 3 വട്ടമാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ 3 തവണയും ലക്ഷ്യം പാഴായിപ്പോയി, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് പിഴച്ചു പോവുകയായിരുന്നു. കാരണം മയക്കുവെടിയോട് അതിസമർത്ഥമായാണ് ഈ ആന പ്രതികരിക്കുന്നത്. കാരണം മയക്കുവെടി എത്തുമ്പോൾ തന്നെ പാഞ്ഞു മാറുന്ന ഒരു രീതിയാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം, മുന്നിൽ കാണുന്ന ചില പൊന്തക്കാടുകളുണ്ട്, ഈ ഇല്ലിമുളം കാടുകൾ, അത്തരം കാടുകളുണ്ട്. ഇത്തരം കാട്ടിനുള്ളിലേക്കാണ്, അല്ലെങ്കിൽ കാടിന്റെ മറുവശത്തേക്കാണ് ആന പലപ്പോഴും പാഞ്ഞു മാറുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ദൂരത്തിൽ അതിൻ്റെ അടുത്താവും, അല്ലെങ്കിൽ അതിൻ്റെ ഏതാണ്ട് ചേർന്ന സ്ഥലത്താവും ഈ വെടിവെക്കുന്ന RRT സംഘം നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ആ കാണുന്ന ദൂരത്തിൽ, ആ കാട് നിൽക്കുന്ന ദൂരത്തിലാവും ഈ ആന ഉണ്ടാവുക. ഇവിടെ നിന്നും ലക്ഷ്യത്തിലേക്ക് വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അത്തരം കാടിന്റെ പുറകുവശത്തേക്ക് ആന മറയും. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ സ്പോട്ടിൽ എത്തിക്കാൻ, ലക്ഷ്യത്തിൽ വെടിയെത്തിക്കാൻ അധികൃതർക്ക് കഴിയാത്ത ഒരു സാഹചര്യം. ഒപ്പം ആന വളരെ പെട്ടെന്ന് ഈ ആളുകളുടെ സാന്നിധ്യം അറിഞ്ഞ ഉടൻ തന്നെ വളരെ വേഗം സ്ഥലത്തു നിന്നും മാറുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനവും ആനയുടെ ഭാഗത്തുനിന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ ദൗത്യത്തിന് മാറുന്നത്. മറ്റൊന്ന്, ഇപ്പോഴും ഈ അടിക്കാട് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും 2-3 കിലോമീറ്ററൊക്കെ അകലെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. മയക്കുവെടി വെച്ച് ആനയെ മയക്കിയാലും ആ ആനയെ പിന്നീട് ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ വാഹനത്തിലേറ്റി കൊണ്ടുപോകുന്ന ഇടത്തേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുങ്കിയാനകളെയും മറ്റും ഉപയോഗിച്ച് ഇത്ര ദൂരം വലിച്ചഴിച്ച് ആനയെ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, നേരത്തെ തണ്ണീർക്കൊമ്പിന്റെ കാര്യത്തിലൊക്കെ ഈ റോഡിനോട് ചേർന്ന ഇടം, അല്ലെങ്കിൽ വാഹന സൗകര്യം ഉള്ള ഇടത്തായിരുന്നു ആനയെ എത്തിച്ച്, അല്ലെങ്കിൽ ആന ഉണ്ടായിരുന്നത്. അവിടെ നിന്നും മയക്കുവെടി വെച്ച ശേഷം കേവലം 10-50 മീറ്റർ മാത്രമാണ് ആനയെ വലിച്ചഴിച്ചുകൊണ്ട് പോകേണ്ടുവന്നത്. അവിടെ പോലും ആനയെ കുങ്കിയാനകൾ ഉപയോഗിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയപ്പോഴും ആനയ്ക്ക് തണ്ണീർക്കൊമ്പിന് പരിക്ക് പറ്റിയെന്നുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നു. അതുകൊണ്ട് ഈ ആനയെ ഒരു കാരണവശാലും ഇത്രയധികം ദൂരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിനുള്ള ഏക മാർഗം അനീഷ്, ഈ സാഹചര്യങ്ങളൊക്കെ ഈ ദൗത്യം
നീളാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? ഇന്നലെ തന്നെ ആനയെ മയക്കുവെടി വെക്കാത്തതിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ സമാനമായ ഒരു സാഹചര്യം ജനങ്ങൾക്കിടയിലൊക്കെ വലിയ പ്രതിഷേധ സാഹചര്യം ഇന്നുമുണ്ടോ? ഇന്ന് ജനങ്ങൾ കാര്യമായി ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. വനമേഖലയാണ്, അതുകൊണ്ട് ആളുകൾ ഈ കോളനിവാസികളൊക്കെയാണുള്ളത്. അവർ ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് കാര്യമായി വന്ന് തുടങ്ങിയിട്ടില്ല. അല്പസമയം കഴിയുമ്പോഴാവും അവരൊക്കെ എത്തുക. ഉദ്യോഗസ്ഥ സംഘം രാവിലെ തന്നെ കാട്ടിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ വെല്ലുവിളികൾ അതൊരു അക്ഷരാർത്ഥത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ആനയെ പുറത്തെത്തിക്കാതെ വെടിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇന്നലെ ഏതാണ്ട് അടുത്തെത്തിയതാണ്. മയക്കുവെടി വെക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. കാട്ടിനുള്ളിൽ നിന്ന് ആനയെ തുരത്തി ആ സംഘം പുറത്തേക്ക് എത്തിച്ചു. തോൽപ്പെട്ടി വനമേഖലയിലെ മൈസൂർ വാനന്തവാടി വഴിയിലെ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തിയ ശേഷം അവിടേക്ക് എത്തിച്ചതാണ്. പക്ഷേ ആ എത്തി ദൗത്യം ആരംഭിക്കാൻ ഒരുങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ ആന വീണ്ടും കാട്ടിലേക്ക് കുതിച്ചു പായുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഈ ദൗത്യത്തിന് വന്നിരിക്കുന്നത്. ഒന്ന്, ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥാനം പുറത്തുനിന്നും ഒരുപാട് അകലെയാണ്. മറ്റൊന്ന്, ഈ മയക്കുവെടിയോട് സമർത്ഥമായി ആന പ്രതികരിക്കുന്നു. അതായത് മയക്കുവെടിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് വളരെ കൃത്യമായി തന്നെ മാറുന്നു. ഇത്തരം രണ്ട് സാഹചര്യങ്ങളും ഈ ദൗത്യത്തിന് തിരിച്ചടിയാണ്. ഇന്നും എന്തായാലും അനീഷ്, പ്രാദേശിക അവധി ഉൾപ്പെടെ നൽകിക്കൊണ്ടൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ജനങ്ങൾക്ക് എന്തൊക്കെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? ഇത് ജനവാസ മേഖലയോട് അടുത്തല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങുന്നതിൽ എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ? പ്രാദേശികമായി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ആളുകൾ കാര്യമായി പുറത്തേക്ക് ഇറങ്ങരുത്, കാരണം ഈ കാടുകളോട് ചേർന്ന ഇടങ്ങളിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പുല്ല് വെട്ടാനും ഒപ്പം കന്നുകാലി മേയ്ക്കാനും ഒക്കെ പോകുന്ന ആളുകളുണ്ട്. അവരോടൊന്നും കാട്ടിലേക്ക് പോകരുതെന്ന് ഈ ഉച്ചഭാഷണികൾ വഴി വിളിച്ചു പറഞ്ഞുള്ള അറിയിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം ഈ പാലളക്കുന്നത് പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുടെ സമയം വൈകിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. അത്തരത്തിൽ ഈ ജനങ്ങളുടെ ജീവിതത്തെ എല്ലാ രീതിയിലും ബാധിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾക്ക് രാവിലെ നാട്ടുകാർ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങുന്നു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രിയിൽ ശല്യം വല്ലതും ഉണ്ടായോ? രാത്രി ശല്യമൊന്നും ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതിപ്പോ ഏത് ഭാഗത്തുള്ളതെന്നറിയില്ല, ഭാഗത്തുണ്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഭാഗത്തേക്കെന്നാണോ പറഞ്ഞിരിക്കുന്നത്? ആ ഭാഗത്തുള്ളതെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ഏത് ഭാഗത്ത് പോയെന്ന് അറിയില്ലല്ലോ. ഇന്നലെ ആ ഭാഗത്ത് തന്നെ എല്ലാവരും ഇന്നലെ ഭാഗത്തിന്റെ അവസ്ഥയില്ല. ഭാഗം നിങ്ങൾക്ക് ഇപ്പോഴും മുന്നറിയിപ്പുണ്ടോ ഈ കാട്ടിലേക്ക് പോരുന്നു അല്ലെങ്കിൽ അങ്ങനെ? ഇല്ല, അങ്ങനത്തെ ഒരു മുന്നറിയിപ്പ് കിട്ടിയില്ല. ഇല്ല. ഇന്നിപ്പോ ഈ ഭാഗത്ത് വിളിച്ചു പറഞ്ഞൊന്നും വന്നില്ല? ഇന്ന് വന്നില്ല, ഇന്നാരും വന്നില്ല. ഗാർഡുമാര് വന്നിട്ട് പോയി. എങ്ങനെയാണ് ഇപ്പോഴും നിങ്ങളുടെ മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്? അതെ, ഞങ്ങളുടെ മേഖലയിൽ നിന്നാണ് ഇപ്പോഴത്തെ വാർത്തയിൽ കിട്ടിയേക്കുന്നത്, ടി വിയിൽ കണ്ടത്. അത് വാർത്തയുള്ളതെന്ന് പിടിക്കുന്നു. അതിന്റെ ഒരു ആശങ്ക ഉണ്ടോ ഈ ഭാഗത്ത് തന്നെ? അങ്ങനത്തെ ഒരു ആശങ്ക ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നില്ല, രാത്രി വർക്കുണ്ടാവില്ല. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാത്തിരിപ്പ്. അവർ പിടിക്കുവാണെങ്കിൽ, ഇന്ന് കിട്ടുവാണെങ്കിൽ പിടിക്കാർക്കും, കിട്ടുവാണെങ്കിൽ ഒരു സമാധാനമാവും. സമാധാനമാവും. ആളുകൾ അതാണ് ഈ മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി ആനയുടെ സാന്നിധ്യം പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ആനയെ കിട്ടിയാൽ ഒരു മനസമാധാനത്തോടുകൂടി ഇരിക്കാം എന്നാണ് അവർ പറയുന്നത്. ആളുകളൊക്കെ പതിയെ വിവിധ ഇടങ്ങളിൽ നിന്നായി രാവിലെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇന്നലെ ഒരു പ്രധാന കേന്ദ്രമായി വൈകുന്നേരത്തോടുകൂടി മാറിയത് ഇവിടമായിരുന്നു. ഇന്നിപ്പോൾ നാട്ടുകാരൊക്കെ ചെറുതായി ഈ സ്ഥലത്തേക്ക്. ശരി, എന്തായാലും ഓപ്പറേഷൻ മഗ്ന ഇന്നും തുടരും. ആനയെ മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ആന വനപ്രദേശത്താണുള്ളത്. നമ്മൾ കാണുന്ന ഈ റോഡ് ഭാഗത്തേക്ക് വേണം മയക്കുവെടി വെച്ചാൽ ആനയെ കൊണ്ടുവരിക. ആ ദൂരമൊക്കെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. എങ്കിൽ പോലും ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം വയനാട്ടിലെ കാട്ടാന ആക്രമണ വിഷയം ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കാനിരിക്കുകയാണ്. ടി സിദ്ദിഖിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി ആകും വിഷയം സഭയിൽ വരിക. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും ഇന്ന് തുടങ്ങും. 3 ദിവസമാണ് ബജറ്റ് ചർച്ച. കൃഷിയൊഴികെ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ കാര്യമായ പരിഗണന കിട്ടിയില്ലെന്ന പരാതി ചർച്ചകളിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഈ വയനാട്ടിൽ കടുവയായാലും പുലിയായാലും ആനയായാലും ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമാണ്. ഓപ്പറേഷൻ മഗ്ന അവിടെ തുടരുകയാണ്.
ആ സാഹചര്യത്തിലാണ് ആ വിഷയം സഭയിലേക്ക് കൂടി എത്തുന്നത്. ശാശ്വത പരിഹാരം എന്ന ഒരു ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസധനം നൽകുന്നതിനപ്പുറമുള്ള ശാശ്വതമായ പരിഹാരം ഇതിന് വേണമെന്നതാണ് ജനങ്ങൾ പറയുന്നത്. ഈ സഭയിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? ആ ഗൗരവത്തിൽ സഭ ഈ വിഷയം പരിഗണിക്കുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ജനക ഈ സഭാ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായി ഇത്തരത്തിൽ വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. നേരത്തെയും ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബജറ്റിലടക്കം വന്യജീവി ആക്രമണങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരാളുടെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആ പശ്ചാത്തലത്തിലാണ് ടി സിദ്ദിഖ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അനുമതി തേടുന്നത്. അതായത് വയനാട്ടിലെ വന്യജീവി ആക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രതിപക്ഷം സഭയിലെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് ഇന്ന് പ്രധാനമായും അജണ്ടയിലുള്ളത്. അവിടെയാണ് ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തിന്റെ നീക്കം. അവിടെ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയം. അതായത് ഇതിന്മേലൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ പൊതുവായി അംഗങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരമുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇത് അടിയന്തര പ്രമേയം പരിഗണിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വലിയ ജനരോഷം വയനാട്ടിൽ ഈ സർക്കാരിന്റെയും പ്രതിനിധികൾക്കും ഒക്കെ എതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ ജനരോഷം പുകയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല സർക്കാരിന്. അതുകൊണ്ട് തന്നെ കൃത്യമായി സഭയിൽ അതിന് മുഖ്യമന്ത്രി അടക്കം ഏത് തരത്തിലായിരിക്കും മറുപടി നൽകുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഈ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഉയരുന്ന ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറ്റേ മന്ത്രിമാരടക്കം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയം സഭയിൽ വരുന്നു. ടി സിദ്ദിഖ് MLA ആണ് അടിയന്തര പ്രമേയമായ വിഷയം സഭയിൽ കൊണ്ടുവരിക. ഒരിടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. ഇനി ചില കോടതി വാർത്തകളിലേക്ക് പോയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് ഇന്ന് നിർണായക ദിനമാണ്. മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട 3 കേസുകളാണ് ഇന്ന് കേരള കർണാടക ഹൈക്കോടതികൾ പരിഗണിക്കുന്നത്. അന്വേഷണത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ട് വീണ വിജയൻ സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതിയും ഇതേ ആവശ്യവുമായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDC സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതിയും പരിഗണിക്കും. അതേസമയം SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലും ഹൈക്കോടതി ഇന്ന് പരിഗണനയ്ക്കെടുക്കുന്നുണ്ട്. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് കോടതികൾ നിർണായക ഇടപെടലുകൾ നടത്താൻ പോകുന്നത്. പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. രേണുക ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വീണ വിജയനും LDF സർക്കാരിനും ഏറെ നിർണായകമായ ദിവസമാണ്. കാരണം SFIOയുടെ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയൻ ഇന്ന് സമർപ്പിച്ച കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. മനു പ്രഭാകർ കുൽക്കർണിയാണ് വീണ വിജയനും ഈ കമ്പനിക്ക് വേണ്ടി ഇന്ന് ഹാജരാകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. അതോടൊപ്പം തന്നെ കർണാടകയുടെ ചുമതലയുള്ള AST തന്നെയായിരിക്കും SFIO ഡയറക്ടർക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത്. എന്തായാലും ഏറെ നിർണായകമായ ഒരു വിധിയായിരിക്കും, ഒരു നിലപാടായിരിക്കും ഇന്ന് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വീണ വിജയൻ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ഈ ഒരു കേസിൽ, ഈ മാസപ്പടി വിവാദത്തിൽ ROCയുടെ അന്വേഷണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. ഇത് ജനുവരി 14-നാണ് ഈ ഒരു അന്വേഷണം ആരംഭിച്ചത്. അതേസമയം തന്നെയാണ് ജനുവരി 31-ന് SFIO അന്വേഷണത്തിൽ ഈ ഒരു അന്വേഷണം കൂടി ഏറ്റെടുക്കുന്നത്. ഒരേ കമ്പനിക്ക്, അതായത് ഒരേ കാലയളവിൽ തന്നെ ഈ ഒരു കമ്പനിക്ക് വേണ്ടി 2 തരത്തിലുള്ള അന്വേഷണം, 2 ഏജൻസികളുടെ അന്വേഷണം, ഇത് നിയമപരമല്ല, ഇത് നിയമവിരുദ്ധമാണെന്നാണ് കോടതിയിൽ വീണ വിജയൻ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് SFIO സംബന്ധിച്ച ഇത് പറയുന്നത് ഈ ഒരു കേസ്, അതായത് വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ROC തന്നെ അന്വേഷണത്തിൽ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ക്രമവിരുദ്ധമാണ്, ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ SFIOയുടെ അന്വേഷണത്തിന് തടസ്സമില്ല എന്നാണ് SFIOയും കോടതിയിൽ ഇന്ന് വാദിക്കുന്നത്. എന്തായാലും ഏറെ നിർണായകമാണ് ഇന്ന് LDF സർക്കാരിനും. ഈ ഒരു SFIOയുടെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി പറയുന്നതെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച്
വലിയൊരു തിരിച്ചടിയാകും. തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് LDF സർക്കാരിനും ഒപ്പം തന്നെ വീണ വിജയനും വലിയൊരു നിർണായകമായ ദിവസമാണ്. ഇത് തിരിച്ചടിയാകും. അതുകൊണ്ട് എന്തായിരിക്കും ഇന്ന് കോടതിയിൽ നിന്ന് വരുന്ന ഉത്തരവെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് കേരള ഹൈക്കോടതിയിൽ KSIDC സമർപ്പിച്ച ഹർജിയാണ്. അവരും ഇത് തന്നെയാണ് ആവശ്യം ഉന്നയിക്കുന്നത്. വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പോലെ തന്നെ ഇന്ന് തന്നെ ഈ ഒരു കേസ് ഈ ഒരു അന്വേഷണം SFIയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാണ് കേരള ഹൈക്കോടതിയിലും KSIDC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ തവണ ഈ ഹർജി അടിയന്തരമായി തന്നെ പരിഗണിച്ചപ്പോൾ തന്നെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതും ഇന്ന് ഏറെ നിർണായകമാണ്, ഉറ്റുനോക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. അതോടൊപ്പം തന്നെ ഷോൺ ജോർജിന്റെ ഹർജിയിൽ SFI അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും SFIയുടെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലും ഈ ഹർജി ഒത്തുതീർപ്പാക്കാനാണ് സാധ്യത. ശരി, നവമി ദിനേശാണ് വിശദാംശങ്ങൾ നൽകിയത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ചാൻസലറുടെ നാമനിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. തുടർന്നാണ് ഹർജി വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. നിയമനം നടത്താൻ നിർദ്ദേശം നൽകിയ കോടതി തന്നെ നിയമനം എങ്ങനെ സ്റ്റേ ചെയ്യുമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് നേരത്തെ ചോദിച്ചത്. സർവകലാശാലകളിലേക്കുള്ള സെനറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ സർക്കാരിനോട് പട്ടിക ആവശ്യപ്പെടുന്നതാണ് കീഴ്വഴക്കം. ഇത് മറികടന്ന് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് BJP RSS സഹയാത്രികർക്ക് നിയമനം നൽകുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് മാധ്യമപ്രവർത്തകനായ PV കുട്ടനും വ്യവസായ മണ്ഡലത്തിൽ നിന്ന് സർവകലാശാല പട്ടികയിലുണ്ടായിരുന്ന ദാമോദരൻ അവണൂരും ഹൈക്കോടതിയെ സമീപിച്ചത്. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബിയും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നാളെ ഹാജരാകണമെന്ന് കാട്ടി ED നൽകിയ സമൻസും തോമസ് ഐസക് ചോദ്യം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CPM ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ച നടക്കും. ഈ മാസം 16-നാണ് സെക്രട്ടേറിയറ്റ് ചേരുക. തെരഞ്ഞെടുപ്പിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും. ജനങ്ങളുടെ പ്രതിഷേധം ഇതോടെ കുറയുമെന്നാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിൽ മികച്ച സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. ഡൽഹി സമരവും നവകേരള സദസ്സും LDFന് മേൽക്കൈ നൽകിയെന്നും സമിതി വിലയിരുത്തുന്നു. ഇപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തര വേള പുരോഗമിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് ജലപാതയെ ബന്ധിപ്പിക്കുമ്പോൾ ഊരുവെള്ളം കയറി, ഉപ്പുവെള്ളം കയറി കുടിവെള്ളത്തെ സ്രോതസ്സിനെ പോലും ഗൌരവതരമായി ബാധിക്കുന്നതിനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഈ കൃത്രിമ ജലപാത പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിശദമായ പാരിസ്ഥിതിക പഠനം നടത്താൻ സർക്കാർ തയ്യാറാവുമോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടില്ല. കാരണം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടാണ് ഈ 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ സംഭവിക്കുക. ഇത് ഇപ്പം തന്നെ നല്ലൊരു ഭാഗം കനാലുകളാണ്. ഇനി അത്യാവശ്യം വേണ്ടത് കോഴിക്കോടിന്റെ ചെറിയൊരു ഭാഗം, കണ്ണൂരിലും അതേപോലൊരു ഭാഗം, കാസർഗോഡ് ചെറിയൊരു ഭാഗം. ഇത്രയാണ് നമുക്ക് പൂർത്തിയാക്കാനുള്ളത്. ഇത് മറ്റ് കനാലുകളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ട് മുൻപ് തന്നെ വന്നതടക്കം ഉണ്ട്. അത്തരത്തിലുള്ള കനാലുകൾ അന്നത്തെ ഭരണകാലത്ത് നടപ്പാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇത് പൂർണ്ണമായി യോജിപ്പിച്ചാൽ കേരളം അത്ഭുതകരമായ ഒരു ഭൂപടത്തിലേക്കാണ്, ലോക പടത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. കാരണം 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കനാൽ ലോക സഞ്ചാരികൾക്കാകെ, ഇപ്പം തന്നെ നമ്മുടെ നാട് ഗോൾഡ് സോൺ കൺട്രി എന്ന നിലക്ക് എല്ലാവരുടെയും വല്ലാത്ത ആകർഷണ കേന്ദ്രമാണല്ലോ. അത്തരമൊരു നാട്ടിൽ വന്നാൽ ഈ 616 കിലോമീറ്റർ ഒന്നിച്ച് ബോട്ടിലൊക്കെ സഞ്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ത്വര ആളുകളിലുണ്ടാക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജലഗതാഗത സൗകര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് വരിക. വലിയ തോതിലുള്ള നമ്മുടെ റോഡിലെ മറ്റു തിരക്കുകൾ പലതും
ഇതിലൂടെ ഒഴിവാക്കാൻ കഴിയും. അതിനു പുറമെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ ഇതിന്റെ പാർശ്വങ്ങളിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായിരിക്കും. അതത് പ്രദേശത്തുള്ള അവിടുത്തെ നാട്ടുകാരുടെ വകയായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നടക്കും. അത് കലാപരിപാടിയാകാം, ഭക്ഷണം കൊടുക്കലാകാം, മറ്റു കൂടിച്ചേരുന്നുള്ള സൗകര്യങ്ങളാകാം. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് പുതിയ അനുഭവമാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്കിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായി സ്ഥലമൊക്കെ എടുക്കുമ്പോൾ നാട്ടുകാർക്ക് ഉണ്ടാകുന്നുള്ളത് ശരിയാണ്. അത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനാണ് നോക്കേണ്ടത്. ആരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല. മതിയായ തൃപ്തികരമായ പാക്കേജ് ഇതിന്റെ ഭാഗമായി നടപ്പാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ ആന്റണി രാജു. സർ, കേരളത്തിന്റെ വികസനത്തിൽ നിർണായകമായ പങ്കുവഹിക്കാൻ പോകുന്ന സുപ്രധാനമായ പദ്ധതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഭാവന ചെയ്ത 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഉള്ള കോവളം ബേക്കൽ ജലപാത. ടൂറിസം, ഗതാഗതം, വ്യവസായം, തൊഴിൽ മേഖലകളിൽ വലിയ കുതിപ്പാണ് ഈ ജലപാത യാഥാർത്ഥ്യം ഉണ്ടാകാൻ പോകുന്നത്. സാർ, എന്റെ ചോദ്യം, സാർ, ആദ്യം ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടിയ റീച്ചുകളിൽ പിന്നീട് ചെളിയും മണ്ണും വീണ്ടും അടിയുന്നത് കാരണം ഡ്രാഫ്റ്റ് കുറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് പരിഹരിക്കുന്നതിന് എന്ത് നടപടി കൈക്കൊള്ളാനാണ് ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട CM. സർ, അതിന് സ്ഥിരമായ സംവിധാനം ഉണ്ടാകും. അത്തരം പ്രദേശങ്ങളിൽ അത് പരിഹരിച്ചു പോകുന്നതിനുള്ള നടപടികൾ ഇപ്പൊ തന്നെ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഇത് തുറന്ന് ആ പദ്ധതികൾ അതേ രീതിയിൽ തന്നെ നടപ്പാക്കുന്ന നിലയാണ് ഉണ്ടാവുക. ശ്രീ രമേശ് ചെന്നിത്തല. ബഹുമാനപ്പെട്ട ആന്റണി രാജു പറഞ്ഞു ദേശീയ ജലപാത പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അതൊരു മന്ത്രിയായിരുന്ന ആളല്ലേ സാർ? എത്രയോ വർഷമായി എത്രയോ ഗവൺമെന്റുകൾ ഈ ജലപാതയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് സാർ. അത് നിലനിൽക്കുന്ന സാർ, ആലപ്പുഴ, കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള ജലഗതാഗത മാർഗം സുഗമമാക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ശ്രീ കെ ബാബു. ഞങ്ങൾ അവിടെയുള്ള മുഴുവൻ ചീനവലകളും മാറ്റാനും മത്സ്യത്തൊഴിലാളികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാനും മുന്നോട്ട് വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുന്ന ശ്രമങ്ങളെ ഞങ്ങളാരും എഴുത്തുന്നില്ല. പക്ഷെ വസ്തുതകളാകണമല്ലോ. പക്ഷേ സാർ, ഇവിടെ ഒരു പ്രശ്നമുള്ളത്, കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള കായംകുളം കായലിലൂടെ കടന്നു പോകുന്ന ഈ ജലപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണമായി തൃക്കുന്നപ്പുഴ ഉള്ള പാലം പൊളിച്ചു പണിയണം. ഇവിടെ ഇറിഗേഷൻ മന്ത്രി എന്റെ മണ്ഡലത്തിലാണ്. വളരെ മുഴുവൻ ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്താണ് നേതൃത്വം കൊടുക്കുന്നത്. വലിയ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് സമയബന്ധിതമായി നടപ്പാക്കാനും അത് സമയത്ത് തീർക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രത്യേക നിർദ്ദേശം കൊടുക്കുമോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM. സർ, ഇത് വളരെ ഗൌരവമായ ഒരു പ്രശ്നം തന്നെയാണ് ബഹുമാനപ്പെട്ട അംഗം എടുത്തു പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പദ്ധതിയുടെ നടത്തിപ്പില്, നിർമ്മാണത്തില് ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകേണ്ടത് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധയോടെ തന്നെ ഇടപെടും. ഇപ്പോൾ കാലതാമസങ്ങൾ വരുന്നിടത്ത് അത് കൃത്യമായി പരിശോധിച്ച് റിവ്യൂ ചെയ്ത് ഇടപെട്ടു പോകുന്ന നില സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ സമീപനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യാം. ചോദ്യം നമ്പർ 153 ശ്രീ KK രാമേന്ദ്രൻ. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, എ ഉണ്ട്. ബി, സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ആർദ്രം കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ തലം മുതൽ ആരോഗ്യമേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഇതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ഒരു ബൃഹത് കർമ്മ പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ആയതിന്റെ ഭാഗമായി ആദ്യഘട്ടമായി 170 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും രണ്ടാം ഘട്ടമായി 504 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും മൂന്നാം ഘട്ടമായി 212 സ്ഥാപനങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നതിന് തെരഞ്ഞെടുക്കുകയുണ്ടായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനം ചെയ്യുമ്പോൾ ഒട്ടനേകം കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. കുടുംബത്തിന്റെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് ആശയം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ OP സൌകര്യവും ഒപ്പം സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷയും നൽകി വരുന്നു. പ്രിവെന്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ്, പാലിയേറ്റീവ്, റീഹാബിലിറ്റേറ്റീവ് സർവീസസ് ഇവ നൽകി വരുന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം, രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ,
പ്രാണിജന്യ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ, മറ്റു പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികൾ, അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുടുംബാസൂത്രണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തിവരുന്നു. ജീവിതശൈലി രോഗനിർണയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസവും NCD ക്ലിനിക്കുകൾ പ്രവർത്തിച്ചുവരുന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ കാത്തിരിപ്പ് മുറികൾ, OP രജിസ്ട്രേഷൻ കൌണ്ടറുകൾ, രോഗി സൌഹൃദ ശുചിമുറികൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ശുചിമുറികൾ, ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കുന്നതിനായി റാമ്പ്, രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. മന്ത്രി വീണ ജോർജ് മറുപടി നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. നിലവിലെ MP തോമസ് ചാഴിക്കാടിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയെ യോഗം ചുമതലപ്പെടുത്തും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും. രാവിലെ മാനാഞ്ചിറയിലെ ജനകീയ ചർച്ചാ സദസ്സോടെയാണ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുക. ഉച്ചയ്ക്ക് ശേഷം സമരാഗ്നി വയനാട് ജില്ലയിൽ പ്രവേശിക്കും. 3 മണിക്ക് കൽപ്പറ്റയിലാണ് യാത്രയ്ക്ക് സ്വീകരണം. കടുത്ത ധനപ്രതിസന്ധിക്കിടയിൽ സെക്രട്ടേറിയറ്റിന്റെ സമഗ്ര നവീകരണത്തിനായി വകയിരുത്തിയത് 2.5 കോടി രൂപ. സെക്രട്ടേറിയറ്റും അനെക്സുമായി ബന്ധിപ്പിക്കാൻ ഫ്ളൈ ഓവർ, രാജ്ഭവന്റെ അറ്റകുറ്റപ്പണികൾക്കായി 1 കോടി. ഇങ്ങനെ നീളുന്നു ബജറ്റിലെ എസ്റ്റിമേറ്റുകൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സെക്രട്ടേറിയറ്റും അനെക്സുമായി ബന്ധിപ്പിക്കാൻ ഫ്ളൈ ഓവറും സെക്രട്ടേറിയറ്റ് വളപ്പിൽ പുതിയ കെട്ടിടവും ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 2.5 കോടി രൂപ ബജറ്റ് എസ്റ്റിമേറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. രാജ്ഭവനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് സജ്ജീകരണം ഉൾപ്പെടെയുള്ള 11 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് 2.5 കോടി രൂപ വകയിരുത്തിയത്. 20 കോടി 6 ലക്ഷം രൂപയോളം എസ്റ്റിമേറ്റ് രേഖപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 2.5 കോടി രൂപ നീക്കിവെച്ചത്. അനെക്സ് കെട്ടിടത്തെ മെയിൻ ബ്ലോക്കുമായി ബന്ധപ്പെടുത്താനുള്ള ഫ്ളൈ ഓവർ പാസേജ് നിർമ്മാണത്തിന് 23,90,000 രൂപയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ പുതിയ ബ്ലോക്ക് നിർമ്മാണത്തിന് 11,95,000 രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. രാജ്ഭവനിൽ ഗവർണറുടെ അപ്പാർട്ട്മെന്റിന്റെ ഷീറ്റ് വർക്ക്, റൂഫ് ടൈൽ, പെയിന്റിംഗ് എന്നിങ്ങനെ അറ്റകുറ്റപ്പണി, തകർന്ന ചുറ്റുമതിൽ നിർമ്മാണം, രാജ്ഭവനിലെ റോഡ് നിർമ്മാണം എന്നിവയ്ക്കായാണ് 1 കോടി രൂപ വകയിരുത്തിയത്. രാജ്ഭവനിലെ ഗസ്റ്റ് ബ്ലോക്കിലെ അറ്റകുറ്റപ്പണികളും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പണം വകയിരുത്തിയിട്ടില്ല. ബജറ്റിലെ പൊതുമരാമത്തിന്റെ വിശദമായ എസ്റ്റിമേറ്റ് വിവരങ്ങളിലാണ് ഇത് സംബന്ധിച്ച പരാമർശം ഉള്ളത്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഭൂമി വില ലഭിക്കാത്തതുകൊണ്ട് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ഭൂമി വിട്ടുകൊടുത്തവർ. 15ലധികം കുടുംബങ്ങൾ പണം ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. കിടപ്പാടം വിട്ടുകൊടുത്ത ഇവർക്ക് ഭൂമിയുടെ വില ലഭിച്ചാലേ പുനരധിവാസം സാധ്യമാകൂ. അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വന്നവരാണ് പണം ലഭിക്കാതെ വലയുന്നത്. പണം ഏറെ വൈകാതെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ് മാസങ്ങളായി അധികൃതർ കബളിപ്പിക്കുകയാണെന്നും ഇനിയും വൈകിയാൽ വിട്ടുകൊടുത്ത ഇടങ്ങളിൽ വീണ്ടും താമസം തുടങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. കരിപ്പൂർ വിമാനത്താവള റൺവേ വികസനത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കാനായത് വലിയ നേട്ടമായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ സർക്കാരിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഭൂമിയുടെ വില കിട്ടാത്ത ചില ആളുകളുണ്ട്. അവർ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ഇപ്പോൾ ചേരുന്നത് കരിപ്പൂരിൽ വിമാനത്താവള വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്തവരിൽ ചിലരാണ്. ഇപ്പോൾ എത്ര സെന്റ് ഭൂമിയാണ് നിങ്ങൾ വിട്ടുകൊടുത്തത്? അതിന്റെ ഫണ്ട് കിട്ടാതിരിക്കാനുള്ള കാരണമായിട്ട് എന്താണ് അവർ പറയുന്നത്? ഫണ്ട് 15 സെന്റ് ഭൂമിയാണ് ഞങ്ങൾ വിട്ടുകൊടുത്തത്. അതിൽ വീടും ഉണ്ടായിരുന്നു, 2 വീടും ഉണ്ടായിരുന്നു. അതിൽ ഒരു വീടിന് 4 സെന്റിലാണ് ഒരു വീട് നിന്നിരുന്നത്. ആ വീടിന്റെ പൈസയാണ് അവർ കൊടുത്തിട്ടുള്ളൂ. മറ്റത് ഞങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് 10 ലക്ഷം റുപ്യ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. പിന്നെ ഇതുവരെയായിട്ടും ഒരു പൈസയും കിട്ടിയില്ല. അതിന്റെ കാരണം അന്ന് അവർ പറഞ്ഞിരുന്നത്
പിന്നെ ലീഗൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിരുന്നു. അത് ആദ്യം ഇവർ ഉദ്യോഗസ്ഥർ വേണ്ടാന്ന് പറഞ്ഞു, പിന്നീട് അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കാനുള്ളൊരു താമസം 2 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ലീഗൽ സർട്ടിഫിക്കറ്റ് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് കൊടുത്തതിന് 2 മാസം കഴിഞ്ഞു. അത് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ തന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കയറുന്ന പറഞ്ഞത്. ഇപ്പോൾ അത് 2 മാസമായിട്ടും അവർ ചെല്ലുമ്പോൾ പറയണത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലുള്ള എന്തായാലും കയറും എന്നാ പറയുന്നത്. ഇതുവരെയായിട്ടും ആ പൈസ കിട്ടിയിട്ടില്ല. ഇതിപ്പോ കിട്ടാത്തോണ്ടുള്ള പ്രതിസന്ധി എന്താണ്? ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോഴും ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പ്രായമായ അച്ഛനും അമ്മയൊക്കെയാണ് ഉള്ളത്. അപ്പൊ അവർക്കുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസം തന്നെയാണ്. കാരണം ഇവർ താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് അവർ താമസിക്കുന്നത്. ഇപ്പൊ എന്നും രാവിലെ അച്ഛൻ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രയാസം നല്ലോണ്ട്. പിന്നെ ഇപ്പൊ ഭൂമി വാങ്ങിയ പൈസ ഫുള്ള് കൊടുക്കാൻ കഴിഞ്ഞു. 10 ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഡേറ്റ് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. കാരണം ഇവരെ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങളും ഡേറ്റ് പറഞ്ഞത് ഈ ഭൂവുടമകളോട്. പക്ഷെ അവർക്ക് ഇപ്പൊ ഭയങ്കര പ്രയാസം. ഞങ്ങൾ 10 ലക്ഷം റുപ്യ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഭൂമി മറിച്ച് കൊടുക്കുകയാണെന്ന് പറയാണ്. ഇതിപ്പോ എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? 19 പേർക്ക്. അത് ഉദ്യോഗസ്ഥരെ എഴുതി തന്നതാണ് ഞങ്ങൾക്ക്. ഈ പാലക്കപ്പറമ്പ് ഭാഗവും കുമ്മണിപ്പറമ്പ് ഭാഗവും 2 ഭാഗത്തുള്ള ആളുകൾക്കാണ് ഇത് കിട്ടാനുള്ളത്. അത് ഈ കുമ്മണിപ്പറമ്പുള്ള ആളുകൾ ചിലരാരൊക്കെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ നിങ്ങൾ ചോദിക്കുമ്പോ അധികൃതർ പറയുന്നത്? അവര് പറയണെന്ന് എന്താ വെച്ചാല് അടുത്ത ആഴ്ച കിട്ടും എന്ന് പറയണം. അന്വേഷിക്കുമ്പോ നമ്മള് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് പെട്ടെന്ന് പൈസ കിട്ടണം നമുക്ക്. ഇത് ഉദ്ദേശിച്ചത് വളരെ വേഗത്തിൽ കിട്ടുന്നായിരുന്നു പറഞ്ഞിരുന്നു. അവരമ്മോട് ഈ അനന്തര സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം ഒരാഴ്ച കൊണ്ട് പൈസ തരുന്ന പറഞ്ഞിനെ. നമ്മളതുകൊണ്ടാണ് ഭൂമി 2 മാസം 2.5 മാസമായി ഇപ്പൊ നമ്മള് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ട്. ഇതിലേക്കും മോള് വിളിച്ചുമ്പോ അടുത്താഴ്ച പൈസ കയറും, അടുത്താഴ്ച പൈസ കയറുന്ന പറഞ്ഞേ. വേറെ ഒന്നും പറഞ്ഞില്ല. നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ പോവാണ്. നമ്മളെ വീട് വൃത്തിയാക്കിയാണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ പോവാണ്. ചട്ടവിരുദ്ധല്ലേ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി. അവര് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലല്ലോ. നമ്മളിഞ്ഞ് വീട്ടിൽ തന്നെ പോരാതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 7.5 സെന്റ് സ്ഥലവും ഒരു വീടുമാണ് ഞങ്ങൾക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഈ പുനരധിവാസത്തിനുള്ള 10 ലക്ഷം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളൊരു സ്ഥലം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷെ അതിന്റെ NOC ഞങ്ങൾക്ക് കിട്ടൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സ്ഥലം എടുത്തിട്ടുണ്ട്. പക്ഷെ അഡ്വാൻസ് ആ കിട്ടിയ 10 ലക്ഷം ഞങ്ങൾ അതിന് കൊടുത്ത് 3 മാസം എഗ്രിമെന്റ് എഴുതിയിട്ടാണ്. 3 മാസം ഇപ്പം 2 ദിവസം മുന്നേ കഴിഞ്ഞ് അവരിപ്പം ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേറെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 10 ലക്ഷം ഞങ്ങൾ തിരിച്ചു തരണോ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ വാടകയ്ക്ക് നമുക്കിപ്പോൾ ഞങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥലം വിട്ടു വന്നത്. ഞങ്ങൾ ജനിച്ചു വളർന്ന വീടാണ്. ഞങ്ങൾ ഉപ്പ മരിച്ചു പോയ വീടാണ്. ഒരുപാട് വിഷമത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അതും വികസനമാണല്ലോ എന്നുള്ള ഒരൊറ്റ സമാധാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ വിട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും ഞങ്ങൾ ഇങ്ങനെ ഗവൺമെന്റിന് വേണ്ടി ചെയ്തു തരുമ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു പ്രതികരണമായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളോട് അവർ പറഞ്ഞത് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ ക്യാഷ് അക്കൗണ്ടിൽ വരുന്ന. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ 3 മാസം എഗ്രിമെന്റ് എഴുതുകയും ചെയ്ത്. വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ പോവാണ്. കാരണം വേറെ നിവൃത്തി ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓഫീസർമാരെ വരെ ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇതാ ചെയ്യാന്നുള്ളത്. ആ ചെയ്തോന്ന് വരെ റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞത് ആ ചെയ്യുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഓഫീസർമാരും ഞങ്ങൾ നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നാളെ എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ലാണ്ടായി മാറിയിരിക്കുകയാണ്. കാരണം അത്രയും ഞങ്ങൾ ഓരോരുത്തർക്കും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിലും പ്രബേട്ടനാണെങ്കിലും എൻ്റെ ആങ്ങളെയാണെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇത് മാത്രം, നാളെ കിട്ടും. ഒരു സമാധാനപരമായിട്ടുള്ള കാര്യം ഞങ്ങളോട് പറയുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു പ്രതീക്ഷയില്ല. വൈകി പോവാണ്. 2 മാസത്തോളം 2.5 മാസത്തോളം ഇപ്പോൾ വൈകിപ്പോയി. ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. പണം കിട്ടിയില്ലെങ്കിൽ വീടുകളിലേക്ക് തിരിച്ചു പോകും എന്ന വാക്ക് അതാണ് അവർ ആവർത്തിക്കുന്നത്. കാരണം ഇതിന് നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ചില ഒഫീഷ്യലായിട്ടുള്ള ചില ഡിലേ മാത്രമാണ്, നയപരമായിട്ടുള്ള ചില തിരക്കും കാലതാമസവും മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. എത്രയും വേഗം പണം നൽകുമെന്നാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. പക്ഷേ ആ വാക്ക് ഇവർ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടുകാർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അതേസമയം വിമാനത്താവള വികസനത്തിന് ഭൂമി നൽകിയവർക്ക് പണം നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാൻ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട് എന്നും കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം. സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് എന്ന് TV ഇബ്രാഹിം ന്യൂസ് 18നോട് പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതുമായിട്ടുള്ള എല്ലാറ്റുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് കാര്യങ്ങളാണെങ്കിലും സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു അനൌദ്യോഗികമായി അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം ബില്ലുകൾ അയക്കരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു കാരണം തന്നെയാണ്.
പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രിയോടോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളോടോ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല എന്ന മറുപടി പറയുക. പക്ഷേ സ്വകാര്യമായി പലരും സമ്മതിക്കുന്നുണ്ട്. ഈ കാര്യം നമ്മുടെ മലപ്പുറത്തിൻ്റെ ചുമതലയുള്ള വി അബ്ദുറഹ്മാനായിട്ടും ധനമന്ത്രിയായിട്ടും അങ്ങ് നേരിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായോ, അവരെ ശ്രദ്ധപ്പെടുത്തുകയുണ്ടായോ? രണ്ട് മന്ത്രിമാരും മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള വി അബ്ദുറഹ്മാനായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് അങ്ങനെ തടസ്സം ഉണ്ടാവില്ല, തടസ്സം ഉണ്ടെങ്കിൽ അത് നീക്കിത്തരാം, ഞങ്ങളതിൽ ഇടപെടാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ ചാർജുള്ള മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം അതിൽ ഇടപെടാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ധനകാര്യമന്ത്രിയും പറഞ്ഞത് നിങ്ങൾക്ക് വലിയ തുക തന്നിട്ടുണ്ടല്ലോ, അത് കൃത്യസമയത്ത് കിട്ടും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പഠിച്ചിട്ടുമില്ല, ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പോകാൻ തയ്യാറായിട്ടുമില്ല. കമനീയമായ കെട്ടുകാഴ്ചകൾ ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ മനോഹര കാഴ്ചയാണ്. ഭരണി ദിവസം വൈകുന്നേരം കാഴ്ച കണ്ടതിൽ നിരക്കുന്ന 13 കരകളിൽ നിന്നുള്ള സമർപ്പണം കാണാൻ നാനാദിക്കിൽ നിന്നും ഭക്തജന പ്രവാഹമാണ്. അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ, അതാണ് ഈ ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ 13 കരകളാണ്. ഈ 13 കരകളുടെ ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടിന്റെ പ്രത്യേകത. ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ടവർ, അത് ആ പൊക്കം, അതിന് മുകളിലുള്ള പൊക്കം കാണും ഈ കെട്ടുകാഴ്ച നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ. ഞാനുള്ളത് ഈരേഴുവട കരയിലാണ്. അവരുടെ കെട്ടുകാഴ്ചയുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കാണുന്ന ഇതിന്റെ ഒരു മനുഷ്യനിർമ്മിതമാണ് ഇതെല്ലാം, യന്ത്രത്തിന്റെ സഹായങ്ങളൊന്നുമില്ല. ഈ കാണുന്ന പാടത്തുകൂടിയാണ് ഈ കെട്ടുകാഴ്ച ഇവിടെ നീണ്ട 1.5 കിലോമീറ്റർ അകലെയുള്ള കാഴ്ചക്കണ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതെല്ലാം മനുഷ്യ സാധ്യമാണ്. മനുഷ്യന്റെ അധ്വാനത്തിലാണ് ഈ കെട്ടുകാഴ്ചകൾ ഒരുങ്ങുന്നതും ഇത് വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് എത്തിക്കുന്നതും. ഇതൊക്കെ ഇതിന്റെ പ്രത്യേകത എള്ളുപാടങ്ങളായിരുന്നു, പരമ്പരാഗതമായുള്ള എള്ളുപാടങ്ങളായിരുന്നു. ഇപ്പോൾ എള്ളു കൃഷിയൊന്നുമില്ല, നമുക്കറിയാം. കാലത്തിന്റെ മാറ്റമനുസരിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ എള്ളുപാടത്തിലൂടെ വലിച്ച് മനുഷ്യർ തന്നെയാണ്, നമ്മൾ ആലോചിക്കണം, ഈ ഇത്ര വലിയ പൊക്കമുള്ള ഒരു തെങ്ങിന്റെ പൊക്കമുള്ള, കൊന്നത്തെങ്ങിന്റെ പൊക്കമുള്ള ഈ കെട്ടുകാഴ്ച ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിക്കുന്നത്. നയനമനോഹരമായ ദൃശ്യമാണ്, കാഴ്ചയാണ്. ഈ കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട് ആ ദിവസം കുംഭഭരണി ദിവസം ഉണ്ടാകും. അത് കാണാൻ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. ഈ പറഞ്ഞതുപോലെയുള്ള 13 നിർമ്മാണങ്ങൾ അവിടെ ഉണ്ടാകും. ഇത് ഒരു നിർമ്മാണം മാത്രമാണ്. നമുക്ക് മറ്റു സ്ഥലങ്ങളുടെ കാഴ്ചകളും കാണാം. നമുക്ക് അവരുടെ കൂടി അഭിപ്രായങ്ങളും ചോദിക്കാം ഇതിന്റെ പിന്നിലുള്ള ഒരു അധ്വാനത്തെക്കുറിച്ച്. ഇതിന് തുടക്കമായിട്ടേ ഉള്ളൂ നിർമ്മാണത്തിന്? അതെ, തുടക്കം ആയി, കുറച്ച് ദിവസമായി, 2-3 ദിവസമായി തുടക്കങ്ങളായിട്ട്. ഒരു എന്നാലും പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു പാതി വഴിയിലെത്തിയെന്ന് പറയാം. ഇതിൽ കുറെ കൂടെ ഈ പ്രഭട പോലെയുള്ള കുറെ കൂടെ ഭംഗിയുള്ള ഒരു ശാരത ഉണ്ടാകുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ, കൊത്തുപണികൾക്കും അതുപോലെ തന്നെ കെട്ടും ഒക്കെ ചേർന്നിട്ടുള്ള വരുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം എത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണമായ ഒരു മനസ്സിലാകുകയുള്ളൂ എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇത് കാണുമ്പോൾ ഉള്ള രീതിയിലേ അല്ല ഇത് വരുന്നത്, പൂർത്തിയായിട്ട് വരുമ്പോൾ ഇത് ഈ രീതിയിലല്ല ഉള്ളത്. ഞാൻ പറയായിരുന്നു, ഈ മനുഷ്യൻ തന്നെ നിർമ്മിച്ച്, മനുഷ്യൻ തന്നെ അധ്വാനം കൊണ്ട് ഇതിനെ കുറെ ദൂരമുള്ള കണ്ടത്തിൽ കൂടെ വലിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുന്ന രീതി ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതെ, ഇവിടുത്തെ ചെട്ടുകുളങ്ങരക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ നമ്മുടെ വയലുകളിലൂടെ കുതിരയെ വലിച്ച് ദേവിയുടെ സന്നിധിയിൽ എത്തിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇത് എല്ലാം പൂർണ്ണമായും ഒരു സമർപ്പണമാണല്ലേ? കരക്കാരെല്ലാവരും ഈ സമയങ്ങളിൽ ഇവിടെ കാണണം, ഇത് പൂർത്തിയാക്കണം എന്നുള്ളത്. അതെ, എല്ലാവരും ഒരു അമ്മയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണിത്. ആ കർമ്മത്തിൽ എല്ലാവരും ഭാഗമാവുക എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം. ശരി, അതാണ് ഇതൊരു വഴിപാട് എന്നതിനപ്പുറം പരമ്പരാഗതമായി വർഷങ്ങളായി നിലനിൽക്കുന്ന പലവിധ രീതികളുടെ ഒരു ഭാഗം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ കുംഭഭരണി നാളിൽ ഇവിടെ നിന്ന് ഇത് വലിച്ച്, മനുഷ്യാധ്വാനം കൊണ്ട് വലിച്ച് ഈ കാഴ്ചക്കണ്ടത്തിൽ എത്തിക്കുന്നത് വരെ ഈ കരക്കാരുടെ അധ്വാനം അത് അതേ തരത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതൊരു അനുഭൂതി നിറയുന്ന കാഴ്ചയാണ്. ലക്ഷോപലക്ഷം ജനങ്ങളാണ് കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങരയിലേക്ക് ഒഴുകിയെത്തുന്നത്. കെട്ടുകാഴ്ചയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? ഒരുങ്ങി. ഞങ്ങൾ ഇന്ന് കഞ്ഞിയുടെ ദിവസമാണ്. ഇന്ന് ഇവിടെ നമ്മുടെ ഉടല് കയറ്റുന്ന ദിവസമാണ്. നമുക്ക് പിന്നെ ഓരോ ദിവസം കഞ്ഞി നടക്കുന്ന ദിവസത്തിനനുസരിച്ച് പണി മുന്നോട്ട് പോകും. ഒരു പ്രത്യേകതയാണല്ലോ നമ്മുടെ ഇതിന്റെ ഒരു കലാരൂപത്തിന്റെ ഒക്കെ ഒരു, അതെങ്ങനെയാണ് ഇത് നമ്മുടെ ചെട്ടികുളങ്ങര കുംഭഭരണോടനുബന്ധിച്ച് കെട്ടുകാഴ്ചയാണ്. നമ്മുടെ മറ്റമടക്കിന്റെ കെട്ടുകാഴ്ചയാണ് ഇത് ഭീമസേനാണ് നമ്മുടെ മറ്റമടക്കിന്റെ കെട്ടുകാഴ്ച. ഇത് ബഗന് ചോറും കൊണ്ടുപോകുന്ന ഭീമനെയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചേട്ടാ ഇത് ഇതിന്റെ ഒരു സങ്കല്പം എങ്ങനെയാണ്? ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ ബഗന് ചോറുമായിട്ട് പോകുന്ന പോത്തിനെ കെട്ടിയ വണ്ടിയാണ്. 2 പോത്തിനെയും വരും, പോത്തിനെ കെട്ടിയ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ടാണ് സങ്കല്പം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ചെട്ടികുളങ്ങര. സ്പോർട്സ് വാർത്തകളിൽ മലയാളികൾ ഇന്ന് കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISLലെ മത്സരമാണ്. പഞ്ചാബ് FC ആണ് എതിരാളികൾ. വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം സ്ഥാനത്തെത്തും. പരിക്ക് മാറി സൂപ്പർ താരം അഡ്രിയൻ ലൂണ മാർച്ചോടെ കളത്തിലിറങ്ങുമെന്ന് കോച്ച് ഇവാൻ വുക്കാമനോവിച്ച് പറഞ്ഞു. വൈകിട്ട് 6:30 മുതൽ മത്സരത്തിന്റെ വിശേഷങ്ങൾ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം കാണാം.
ഒരേ സമയം എതിരാളികളോടും പരുക്കുകളോടും ഇടതടവില്ലാതെ ഏറ്റുമുട്ടിയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ യാത്ര. പരുക്കുമൂലം സൂപ്പർതാരം അഡ്രിയൻ ലൂണയും ക്വാമെ പെപ്രയെയും ടീമിന് നഷ്ടമായി. എന്നിട്ടും 13 മത്സരങ്ങളിൽ 8ലും വിജയം നേടി മഞ്ഞപ്പട തളരാതെ കുതിക്കുകയാണ്. ഇന്ന് ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ പഞ്ചാബ് FC-യാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. കരുത്തരാണ് പഞ്ചാബ്. എന്നാലും മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നതായി കോച്ച് ഇവാൻ വുക്കോമിനോവിച്ച് അറിയിച്ചു. So now without Luna till the end of the season, we will have to fight. Not only without him, but many of them. If I remember in the beginning of the season, also missing for a couple of games, Dimi, Leshko. Then we had suspension of Drincic and Pravir Das. So many of those things you have to, like we say, mix and match and try to find a way. So now again, all these remaining 9 games, it will be like that. So let's hope for the best. പരുക്കുമാറി മാർച്ചോടെ നായകൻ ലൂണയും ടീമിലെത്തും. ലൂണ മുംബൈയിൽ ചികിത്സയുടെ 2ാം ഘട്ടത്തിലാണ്. ഇന്നത്തെ കളി കാണാൻ സ്റ്റാൻഡിൽ ലൂണ ഉണ്ടാകുമെന്നും കോച്ച് പറഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരുവിനെതിരെയുള്ള മിന്നുന്ന വിജയവുമായാണ് പഞ്ചാബ് ഇറങ്ങുന്നത്. ടീം ആത്മവിശ്വാസത്തിലാണെന്ന് പഞ്ചാബ് FC കോച്ച് സ്റ്റൈക്കോസ് ബെർഗറ്റിസ് വ്യക്തമാക്കി. The psychology of our players to be in good level gives them confidence. Already I had seen from Super Cup games that our players start to have more confidence, to stand on their legs with more aggressiveness and more power, and this is something that confirmed the last game. വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. ന്യൂസ് 18 കൊച്ചി. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ അപർണ ചേരും. നമസ്കാരം.